താഴെ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അത് ശാരീരികത്തിനും വൈകാരികത്തിനും യുക്തിപരത്തിനും അതീതമായി പോകുന്നു. ആത്മാവിനെ ഇത്രത്തോളം ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്ന് അത് യുക്തിപരമായ വിശദീകരണത്തെ അതിലംഘിക്കുന്നു. വിശ്ലേഷണാത്മക മനഃശാസ്ത്രത്തിന്റെ സ്ഥാപകരിലൊരാളായ കാൾ യുങ് വിശ്വസിച്ചു, നമ്മുടെ ഏറ്റവും അർത്ഥപൂർണമായ ബന്ധങ്ങൾ ഒരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചില വ്യക്തികളിലേക്ക് നമ്മെ ആകർഷിക്കുന്ന അബോധശക്തികൾ നിലവിലുണ്ട്. ഈ ആകർഷണം ഉപരിതലത്തിലെ രസതന്ത്രത്തിനോ ലളിതമായ അനുയോജ്യതയ്ക്കോ അതീതമാണ്. യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം യാദൃച്ഛികമല്ല, അത് ലക്ഷ്യബോധമുള്ളതും പ്രതീകാത്മകവും ആത്മാവിന്റെ ആന്തരിക യാത്രയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതുമാണ്. വ്യക്തിത്വപ്രാപ്തിയുടെ ഇൻഡിവിജ്വേഷന്റെ പ്രക്രിയയെക്കുറിച്ച് യുങ് സംസാരിച്ചു. ഒരു വ്യക്തി തങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതായിത്തീരുന്ന ജീവിതവ്യാപകമായ പാത. ഈ പ്രക്രിയ എളുപ്പമല്ല, അത് രേഖീയവുമല്ല. പലപ്പോഴും അത് ബന്ധങ്ങളിലൂടെയാണ്, പ്രത്യേകിച്ച് സ്നേഹത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നത്. ഈ അർത്ഥത്തിൽ സ്നേഹം വെറുമൊരു വൈകാരിക അനുഭവമല്ല, മറിച്ച് ഒരു മനഃശാസ്ത്രപരവും ആത്മീയവുമായ കണ്ണാടിയാണ്. അത് നമ്മെ നമ്മോട് തന്നെ ഏറ്റുമുട്ടിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും ആഴമേറിയ പരിവർത്തനങ്ങൾ പലതും മറ്റൊരു മനുഷ്യനുമായുള്ള കണ്ടുമുട്ടലുകളാൽ ആരംഭിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ അരികിലുള്ള വ്യക്തിയോ നിങ്ങൾ ഇത്ര തീവ്രമായി ആഗ്രഹിക്കുന്ന ആളോ ശരിക്കും ശരിയായ ആളാണോ എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാനാകും? അബോധത്തിന്റെ ആഴങ്ങളിൽ വേരൂന്നിയ ഒരു ബന്ധത്തിൽ നിന്ന് ക്ഷണികമായൊരു അഭിനിവേശത്തെ നിങ്ങൾക്കെങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? ഇതിനുത്തരം കണ്ടെത്താൻ നാം യുങ്കിയൻ ചിന്തയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും യഥാർത്ഥ സ്നേഹത്തിന്റെ സൂക്ഷ്മമായ ലക്ഷണങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും വേണം. ഓരോ ഗഹനമായ കണ്ടുമുട്ടലും ഒരു മറഞ്ഞിരിക്കുന്ന ലക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് യുങ് വിശ്വസിച്ചു. അർത്ഥപൂർണമായ കണ്ടുമുട്ടലുകൾ വെറും സംഭവങ്ങളല്ല, മറിച്ച് നമ്മിലൂടെ കടന്നുപോകുന്ന ആന്തരിക വിധികളാണെന്ന് അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിച്ചു. ഈ ആശയം അദ്ദേഹത്തിന്റെ സമന്വയം എന്ന ആശയവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. യാദൃച്ഛികങ്ങളായി തോന്നുന്നതും എന്നാൽ ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥം വഹിക്കുന്നതുമായ സംഭവങ്ങളെ വിവരിക്കാൻ അദ്ദേഹം രൂപപ്പെടുത്തിയ പദമാണിത്. ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷത്തിൽ രണ്ടാളുകൾ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും സമാനമായ മുറിവുകൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആന്തരിക പരിവർത്തനങ്ങൾ എന്നിവയാൽ രൂപപ്പെട്ടവർ സാമൂഹിക അബോധം കളക്റ്റീവ് അൺകോൺഷ്യസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് യുങ് പറയും. രണ്ടാത്മാക്കൾക്ക് പരസ്പരം യഥാർത്ഥത്തിൽ കാണാൻ കഴിയും വിധം, വെറും കണ്ണുകൾ കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് ജീവിതം തന്നെ വേദിയൊരുക്കുന്നതുപോലെയാണ്. അത്തരം കണ്ടുമുട്ടലുകളിൽ പലപ്പോഴും ഒരു വിചിത്രമായ പരിചയബോധമുണ്ടാകാറുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ വളരെ കാലമായി അറിയാമെന്നൊരു തോന്നൽ നിങ്ങൾ ഇപ്പോൾ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സംവേദനം കെട്ടിച്ചമയ്ക്കാനോ യുക്തി കൊണ്ട് പൂർണ്ണമായി വിശദീകരിക്കാനോ കഴിയില്ല. അത് വെറുതെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെന്തോ എന്നേക്കുമായി മാറുന്നു. പ്രതിസന്ധികളുടെ, ഏകാന്തതയുടെ അല്ലെങ്കിൽ വലിയ പരിവർത്തനങ്ങളുടെ സമയങ്ങളിലാണ് ഈ ബന്ധങ്ങൾ പലപ്പോഴും ഉടലെടുക്കുന്നത് എന്നത് യാദൃച്ഛികമല്ല. ബന്ധത്തിലൂടെ ആത്മാവ് രോഗശാന്തി തേടുന്നുവെന്നും മറ്റെല്ലാം തകരുന്നതായി തോന്നുന്ന നിമിഷങ്ങളിലാണ് യഥാർത്ഥ സ്നേഹം ആരംഭിക്കാൻ കഴിയുകയെന്നും യുങ് വിശ്വസിച്ചു. അരാജകത്വത്തിന്റെ നിമിഷങ്ങളിൽ അബോധം അതിന്റെ ശബ്ദം കണ്ടെത്തുകയും കാണപ്പെടേണ്ടതും രൂപാന്തരപ്പെടേണ്ടതും ഒടുവിൽ സ്നേഹിക്കപ്പെടേണ്ടതുമായ കാര്യങ്ങൾ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഒരു പ്രത്യേക കണ്ടുമുട്ടൽ യാദൃച്ഛികതയേക്കാൾ കൂടുതലായിരുന്നുവെന്നും അത് നിങ്ങളിലേക്ക് ഒരു നിശബ്ദമായ ആഹ്വാനം വഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് കൂടുതൽ ആഴത്തിൽ ശ്രവിക്കാനുള്ള ഒരു ക്ഷണമായിരിക്കാം. യുങ്ങിന്റെ സംബന്ധിച്ചിടത്തോളം നാം ഒരാളിൽ പ്രണയത്തിലാകുമ്പോഴല്ല സ്നേഹം ആരംഭിക്കുന്നത്, മറിച്ച് മറ്റൊരാളിൽ നമ്മെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ്. ഈ തിരിച്ചറിയൽ മാത്രമാണ് യഥാർത്ഥ യാത്രയുടെ തുടക്കം. യുങ്ങിന്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ സ്നേഹം പരസ്പരം പൂർത്തീകരിക്കുന്ന രണ്ട് ഭാഗങ്ങളുടെ കൂടിച്ചേരലല്ല, മറിച്ച് ഇതിനകം തന്നെ പൂർണ്ണത പ്രാപിക്കുന്ന പ്രക്രിയയിലേർപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഐക്യമാണ്. ഇതിനർത്ഥം ആർക്കും നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ശൂന്യത നികത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ സന്തോഷത്തിന്റെ മുഴുവൻ ഭാരവും ആരും വഹിക്കേണ്ടതുമില്ല. യുങ് അനുസരിച്ച് ശരിയായ വ്യക്തി നിങ്ങളെ വളരാൻ വെല്ലുവിളിക്കുന്ന, നിങ്ങൾ ഇതുവരെ അംഗീകരിക്കാത്ത നിങ്ങളുടെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മറച്ചുവെക്കാൻ ഇഷ്ടപ്പെടുന്നവ പോലും പ്രതിഫലിപ്പിക്കുന്ന ആളാണ്. യുങ് ഛായ എന്ന് വിളിച്ചതിന്റെ പ്രവർത്തനമാണിത്. നാം അടിച്ചമർത്തുകയോ നിഷേധിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന നമ്മുടെ സ്വയത്തിന്റെ വശങ്ങൾ. നാം ആഴത്തിൽ പ്രണയത്തിലാകുമ്പോൾ നമ്മുടെ അബോധ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടാത്ത ആവശ്യങ്ങളും സഹിതം നമ്മുടെ ഛായയെ പലപ്പോഴും മറ്റൊരാളിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു. ഈ പ്രക്ഷേപണം അപകടകരമാകാം, പക്ഷേ അത് ആഴത്തിൽ പരിവർത്തനം ചെയ്യുന്നതുമാകാം. ഇവിടെയാണ് പല ബന്ധങ്ങളും ആശയക്കുഴപ്പത്തിലാകുന്നത്.
യഥാർത്ഥത്തിൽ നാം ഒരു ചിത്രവുമായോ നമ്മുടെ ആഴമേറിയ മുറിവുകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും നിർമ്മിച്ച ഒരു ഫാന്റസിയുമായോ ആകൃഷ്ടരായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരാളുമായി പ്രണയത്തിലാണെന്ന് വിശ്വസിക്കുന്നു. ആത്യന്തികമായി ഇത് നിരാശയിലേക്ക് നയിക്കുന്നു. മറ്റൊരാൾ ആദർശവൽക്കരിക്കപ്പെട്ട പ്രക്ഷേപണത്തിനൊത്തു ഉയരുന്നതിൽ പരാജയപ്പെടുമ്പോൾ നിരാശയുണ്ടാകുന്നു. തുടർന്ന് കോപം, ദുഃഖം അല്ലെങ്കിൽ നീരസം എന്നിവ. എന്നിരുന്നാലും ഈ നിമിഷത്തെ യുങ് ഒരു പരാജയമായല്ല, മറിച്ച് ഒരു അമൂല്യമായ അവസരമായി, നമ്മെ തന്നെ കൂടുതൽ വ്യക്തമായി കാണാനുള്ള ഒരവസരമായി കണ്ടു. ഈ വീക്ഷണകോണിൽ നിന്ന് ശരിയായ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് വേദനയുണ്ടാക്കാത്ത ആളല്ല, മറിച്ച് പലപ്പോഴും ഉദ്ദേശ്യപൂർവമല്ലാതെ തന്നെ നിങ്ങളുടെ അന്ധമായ പൊട്ടുകളെ പ്രകാശിപ്പിക്കേണ്ട ആന്തരിക മുറിവുകളെ സജീവമാക്കുന്ന ആളാണ്. ഈ അർത്ഥത്തിൽ യഥാർത്ഥ സ്നേഹം ഒരു മനഃശാസ്ത്രപരമായ രസവാദമാണ്, സൈക്കോളജിക്കൽ ആൽക്കമി. ആന്തരികമായി എരിയുന്നതിൻ്റെയും പുനർജന്മത്തിൻ്റെയും വേദനാജനകമായ ഒരു പ്രക്രിയയാണിത്. അവിടെ മിഥ്യാധാരണകൾ അടർത്തിയെറിയപ്പെടുകയും കൂടുതൽ ആധികാരികമായ എന്തെങ്കിലും ഉയർന്നുവരികയും ചെയ്യും. അതുകൊണ്ടാണ് യഥാർത്ഥ സ്നേഹം വളരെ അപൂർവമായിരിക്കുന്നത്. അതിന് വികാരം മാത്രമല്ല, അവബോധവും ആവശ്യമാണ്. അതിന് സത്യസന്ധത, ധൈര്യം, ദുർബലത എന്നിവ ആവശ്യമാണ്. തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് നോക്കാനുള്ള ഒരു സന്നദ്ധത. ഭയം അവസാനിക്കുന്നിടത്താണ് സ്നേഹം ആരംഭിക്കുന്നതെന്ന് യുങ് സൂചിപ്പിച്ചു. നമ്മുടെ കാതലിൽ നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നാം യഥാർത്ഥത്തിലുള്ളതുപോലെ കാണപ്പെടുക എന്നതാണ്. അരക്ഷിതരും അപൂർണരും വിരുദ്ധരും. അതുകൊണ്ടാണ് പല ബന്ധങ്ങളും ഉപരിപ്ലവമായി തുടരുന്നത്. മറ്റൊരാളിലേക്ക് യഥാർത്ഥത്തിൽ ആഴ്ന്നിറങ്ങുക എന്നാൽ ആദ്യം സ്വയം ആഴ്ന്നിറങ്ങുക എന്നാണ്. അതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ രണ്ടാളുകൾ ഒരുമിച്ച് ആന്തരിക കണ്ണാടി കടക്കാനുള്ള ധൈര്യം കണ്ടെത്തുമ്പോൾ അസാധാരണമായ എന്തോ സംഭവിക്കുന്നു. അവർ മറ്റൊരാളിൽ ഒരു നായകനെയോ അഭയസ്ഥാനമോ തേടുന്നത് അവസാനിപ്പിക്കുകയും പങ്കുവഹിച്ച യാത്രയിൽ സഞ്ചാരികളായി അരികിൽ നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പരസ്പരം പൂർത്തീകരിക്കാനല്ല, മറിച്ച് പരസ്പരം രൂപാന്തരപ്പെടുത്താനാണ്. യുങ് അനുസരിച്ച് സ്നേഹം വേദനയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലല്ല, മറിച്ച് വേദന പോലും ജ്ഞാനമായി പൂക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത ഇടമാണ്. നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുകയും എല്ലാം യോജിക്കുന്നതായി തോന്നുകയും ചെയ്യുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ അഭിരുചികൾ, നിങ്ങളുടെ സംഭാഷണങ്ങൾ, ഭാവിക്കായുള്ള നിങ്ങളുടെ ദർശനങ്ങൾ, പ്രപഞ്ചം തന്നെ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയതുപോലെ. എന്നിട്ട് പതുക്കെ ആ വ്യക്തി നിങ്ങളെ അസ്വസ്ഥരാക്കാൻ തുടങ്ങുന്നു, നിങ്ങളെ വെല്ലുവിളിക്കാൻ, നിങ്ങൾക്ക് നിലനിൽപ്പ് പോലും അറിയാത്ത മുറിവുകളിൽ സ്പർശിക്കാൻ. ചിലപ്പോഴതൊരു നോട്ടത്തിലൂടെയാണ്, മറ്റു ചിലപ്പോൾ നിശബ്ദതയിലൂടെ. നിങ്ങൾക്ക് അസ്വസ്ഥത, ഉത്കണ്ഠ, നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവ അനുഭവപ്പെടുന്നു. യുങ് അനുസരിച്ച് ഇത് യഥാർത്ഥത്തിലൊരു ശക്തമായ ലക്ഷണമാണ്. ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ സ്നേഹം എല്ലായ്പ്പോഴും സുഖകരമല്ല. അത് വേദനിപ്പിക്കുന്നു, കാരണം അത് തുറന്നു കാട്ടുന്നു. അത് സുഖപ്പെടുത്തുന്നു, കാരണം അത് ആദ്യം മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. ആരെങ്കിലും നിങ്ങളുടെ ഛായകളെ സജീവമാക്കുമ്പോൾ, നിങ്ങളുടെ ഭയങ്ങളെ, അസൂയയെ, നിയന്ത്രണത്തിനുള്ള ആവശ്യത്തെ അല്ലെങ്കിൽ അംഗീകാരത്തിനായുള്ള നിങ്ങളുടെ ഹതാശയതയെ നേരിടാൻ നിങ്ങൾ നിർബന്ധിതരാകുമ്പോൾ, ആ വ്യക്തി നിങ്ങളുടെ ആത്മാവിന്റെ ഒരു ശക്തമായ കണ്ണാടിയായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. തിരിഞ്ഞു നോക്കാതെ ആ കണ്ണാടിയിലേക്ക് നോക്കാനുള്ള ധൈര്യം വളരെ കുറച്ച് ആളുകൾക്കേ ഉണ്ടാകാറുള്ളൂ. യഥാർത്ഥ സ്നേഹം ഒരു യക്ഷിക്കഥയല്ല. അത് സത്യസന്ധത, അവബോധം, ആന്തരിക പ്രവർത്തനം എന്നിവ ആവശ്യപ്പെടുന്ന ഒരു ആഴത്തിലുള്ള മനഃശാസ്ത്ര പ്രക്രിയയാണ്. ഓരോ അർത്ഥപൂർണമായ ബന്ധവും നമ്മെ അബോധത്തിലെ ഉള്ളടക്കങ്ങളുമായി സമ്പർക്കത്തിലാക്കുന്നുവെന്ന് കാൾ യുങ് വിശ്വസിച്ചു. നാം സമന്വയിപ്പിക്കേണ്ടവ. ഇത് ആദർശവൽക്കരണത്തിന്റെ കൃത്യമായ വിപരീതമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ മിഥ്യാധാരണകൾ സ്ഥിരീകരിക്കാൻ നിലനിൽക്കില്ല. ബോധപൂർവമായോ അബോധപൂർവമായോ അവർ നിങ്ങളുടെ വളർച്ചയെ പ്രകോപിപ്പിക്കും. വളർച്ച വേദനാജനകമാണ്. വളർച്ചയ്ക്ക് പുനർനിർമ്മാണത്തിനു മുമ്പ് ഡീകൺസ്ട്രക്ഷൻ ആവശ്യമാണ്. പഴയ ഐഡന്റിറ്റികൾ, കാലഹരണപ്പെട്ട പ്രതിരോധങ്ങൾ, ഒരിക്കൽ നിങ്ങളെ സുരക്ഷിതരാക്കിയിരുന്നതും എന്നാൽ ഇനി വികസിക്കാൻ അനുവദിക്കാത്തതുമായ തെറ്റായ സ്വയം പ്രതിബിംബങ്ങൾ എന്നിവ പൊളിച്ചുമാറ്റാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പല ബന്ധങ്ങളും മാന്ത്രികമായ കണ്ടുമുട്ടലുകളായി ആരംഭിക്കുന്നു. സങ്കീർണത, ലഘുത്വം, പ്രയാസമില്ലാത്ത ബന്ധം എന്നിവ നിറഞ്ഞവ. എല്ലാം ഒഴുകുന്നു, സംഭാഷണങ്ങൾ അവസാനമില്ലാത്തതായി തോന്നുന്നു, ബന്ധം വിധിച്ചതുപോലെ തോന്നുന്നു. എന്നാൽ ബന്ധം ആഴമാകുന്തോറും മനസ്സിന്റെ സാന്ദ്രമായ പാളികൾ ഉപരിതലത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. പഴയ മുറിവുകൾ അവബോധത്തിലേക്ക് ഉയരുന്നു. കുഴിച്ചിട്ട അരക്ഷിതാവസ്ഥകൾ തിരികെ വരുന്നു. നിരസിക്കപ്പെടുമോ, ഉപേക്ഷിക്കപ്പെടുമോ, നഷ്ടപ്പെടുമോ എന്ന ഭയം സ്വയം വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. ഇവിടെയാണ് ഒരു നിർണായക കവലയിലെത്തുന്നത്. ഈ ഘട്ടത്തിൽ പലരും അകന്നുപോകുന്നു. വേദന ഉടലെടുത്തെങ്കിൽ അതൊരിക്കലും യഥാർത്ഥ സ്നേഹമായിരുന്നില്ല എന്ന് വിശ്വസിച്ച്. എന്നാൽ യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് യഥാർത്ഥ സ്നേഹം ആരംഭിക്കുന്നത്. കാരണം
ദുർബലരായിരിക്കാൻ പര്യാപ്തമായ സുരക്ഷിതത്വം നമുക്ക് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറ്റൊരാൾക്ക് കാണാൻ അനുവദിക്കുകയുള്ളൂ. തുടക്കത്തിൽ അവതരിപ്പിച്ച മിനുക്കിയ, ആകർഷകമായ, പ്രലോഭിപ്പിക്കുന്ന പതിപ്പല്ല, മറിച്ച് മുറിവേറ്റ സ്വയം, അരക്ഷിതനായ സ്വയം, മുഖം മൂടിക്ക് താഴെയുള്ള വൈരുദ്ധ്യവും അപൂർണവുമായ മനുഷ്യൻ. നിങ്ങളുടെ നഗ്നമായ സത്യത്തിന്റെ മുന്നിലും മറ്റേയാൾ സന്നിഹിതനായി തുടരുകയാണെങ്കിൽ ഒരു യഥാർത്ഥ സാധ്യത ജനിക്കുന്നു. യഥാർത്ഥ സ്നേഹം നിത്യമായ അഭിനിവേശമോ നിരന്തരമായ തീവ്രതയോ അല്ല. അത് സ്ഥിരമായ സാന്നിധ്യമാണ്. ഇരുണ്ട ഘട്ടങ്ങളിൽ പോലും ആരെങ്കിലും നിൽക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നറിയുന്നതാണ്. കടമ കൊണ്ടോ ഭയം കൊണ്ടോ ആശ്രിതത്വം കൊണ്ടോ അല്ല, മറിച്ച് തിരിച്ചറിയൽ കൊണ്ട്. അവർ നിങ്ങളിൽ കൈവശം വയ്ക്കാൻ ഒരു ആദർശത്തെയല്ല, മറിച്ച് പരിവർത്തനത്തിലുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ആ പ്രക്രിയയുടെ ഭാഗമാകാൻ അവർ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നു. വ്യക്തിത്വപ്രാപ്തിയിലേക്കുള്ളൊരു പാതയായി യുങ് കണ്ടത് ഇത്തരത്തിലുള്ള സ്നേഹമാണ്. മറ്റൊരാളോട് തുടങ്ങി ഒടുവിൽ അകത്തേക്ക് നയിക്കുന്ന ഒരു യാത്ര. ബന്ധത്തിലൂടെ നിങ്ങൾ കൂടുതൽ സമ്പൂർണരും, കൂടുതൽ ബോധവാന്മാരും, എല്ലാറ്റിനുമുപരി കൂടുതൽ ആധികാരികരുമായി തീരുന്നു. യുങ്ങിന്റെ മനഃശാസ്ത്രത്തിലെ മറ്റൊരു അടിസ്ഥാന ആശയം ആനിമയുടെയും ആനിമസിന്റെയുമാണ്. ഓരോ പുരുഷനുള്ളിലും സ്ത്രീണത്തിന്റെ ഒരു അബോധചിത്രം നിലവിലുണ്ട്. ഓരോ സ്ത്രീയുടെയുള്ളിലും പുരുഷത്വത്തിന്റെ ഒരു അബോധചിത്രം നിലവിലുണ്ട്. ഈ ആന്തരിക രൂപങ്ങൾ ജീവിതത്തിലുടനീളം രൂപപ്പെടുന്നു. ബാല്യത്തിൽ തന്നെ ആരംഭിക്കുന്നു. പ്രധാനമായും എതിർലിംഗത്തിലുള്ള വ്യക്തികളുമായുള്ള, പ്രത്യേകിച്ച് മാതാപിതാക്കളുമായുള്ള നമ്മുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി. അവ ബോധത്തിന് താഴെയായി പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും നാം എങ്ങനെ നമ്മുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ അവരുമായി ബന്ധപ്പെടുന്നു എന്നതിനെ അവ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഈ ആന്തരിക ചിത്രത്തെ സജീവമാക്കുന്ന ഒരാളെ നാം കണ്ടുമുട്ടുമ്പോൾ ആകർഷണം കാന്തികമായും അമിതവും മിക്കവാറും ആത്മീയ സ്വഭാവമുള്ളതുമായി തോന്നുന്നു. നമ്മുടെ സ്വന്തം മനസ്സിന്റെ ഒരു പ്രതിഫലനം മറ്റൊരാളിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതിനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത് എന്നുള്ളപ്പോൾ നമ്മൾ നമ്മുടെ ആത്മമിത്രത്തെയോ തികഞ്ഞ പങ്കാളിയെയോ കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. യുങ് ഇതിനെ ആനിമ അല്ലെങ്കിൽ ആനിമസ് പ്രക്ഷേപണം എന്ന് വിളിച്ചു. അത് ഒരു മഹത്തായ സ്നേഹത്തിന്റെ തുടക്കമാകാം, പക്ഷേ അത് ആഴത്തിലുള്ള നിരാശയുടെ മൂലമായും മാറാം. കാരണം യഥാർത്ഥ മനുഷ്യന് നമ്മുടെ മനസ്സിൽ നിർമ്മിക്കുന്ന ആദർശവൽക്കരിക്കപ്പെട്ട ഫാന്റസി എന്നേക്കുമായി നിലനിർത്താൻ കഴിയില്ല. ആ ഫാന്റസി തകരാൻ തുടങ്ങുമ്പോൾ മറ്റൊരാളുടെ യാഥാർത്ഥ്യം അതിന്റെ എല്ലാ അപൂർണതകളോടും കുറവുകളോടും പരിമിതികളോടും കൂടി സ്വയം ഉറപ്പിക്കുമ്പോൾ മായാജാലം പലപ്പോഴും തകരുകയും ബന്ധമൊരു പ്രതിസന്ധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ആ പ്രതിസന്ധി ഒടുക്കമാകണമെന്നില്ല. അത് കൂടുതൽ ആഴമേറിയ എന്തിന്റെയും തുടക്കമാകാം. നമുക്ക് പ്രക്ഷേപണം പിൻവലിക്കാനും മറ്റൊരാളെ അവരുടെ ഛായകളോടും ഭയങ്ങളോടും പരിമിതികളോടും അവരുടെ ആധികാരികമായ പ്രകാശത്തോടും കൂടി യഥാർത്ഥത്തിലുള്ളതുപോലെ കാണാൻ കഴിയുമെങ്കിൽ സ്നേഹത്തിനൊടുവിൽ യഥാർത്ഥമാകാൻ കഴിയും. പുരാതന മാതൃകാപരമായ ചിത്രം മനുഷ്യ സാന്നിധ്യത്തിന് വഴിമാറുന്നു. ഇതിന് വൈകാരിക പക്വത ആവശ്യമാണ്. കാരണം പലരും സത്യത്തിന്റെ അസ്വസ്ഥതയേക്കാൾ മിഥ്യാധാരണയുടെ സുഖമാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു ആശയത്തെ സ്നേഹിക്കുക. മുഖംമൂടികൾ വീഴുമ്പോൾ പല ബന്ധങ്ങളും അവസാനിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്നിരുന്നാലും പ്രക്ഷേപണത്തിന്റെ തകർച്ചയെ സംയോജനത്തിനുള്ള ഒരു അവസരമായി ഉപയോഗിക്കാൻ യുങ് ഒരു ധീരമായ പാത നിർദ്ദേശിച്ചു. മറ്റൊരാളിൽ ഞാൻ ആദർശവൽക്കരിച്ചത് യഥാർത്ഥത്തിൽ ഞാൻ തിരിച്ചറിയുകയും സമന്വയിപ്പിക്കുകയും വേണ്ട എന്റെ സ്വന്തം ഒരു ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ വ്യക്തിത്വപ്രാപ്തിയിലേക്ക് ഒരു ഭീമാകാരമായ ചൂടുവെപ്പ് നടത്തുന്നു. മറ്റൊരാൾ ആഗ്രഹത്തിന്റെ ഒരു വസ്തു മാത്രമായി അവസാനിക്കുകയും എന്റെ സ്വന്തം അബോധത്തിന്റെ ഒരു കണ്ണാടിയായി മാറുകയും ചെയ്യുന്നു. ആ കണ്ണാടിയിൽ ശരിക്കും നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നും എന്തിനാണ് രോഗശാന്തി വേണ്ടതെന്നും ഞാൻ ആരാകാൻ പ്രാപ്തനാണെന്നും എനിക്ക് കണ്ടെത്താനാകും. അപ്പോൾ യഥാർത്ഥ സ്നേഹം മിഥ്യാധാരണയെ പോറ്റുന്ന തരമല്ല, മറിച്ച് സത്യത്തെ അതിജീവിക്കുന്ന തരമാണ്. മറ്റൊരാൾ ഒരു രക്ഷകനോ കാണാതായ പകുതിയോ അല്ല, മറിച്ചൊരു അപൂർണമായ യാത്രയിലെ ഒരു അപൂർണനായ സഞ്ചാരിയാണ് എന്ന് അംഗീകരിക്കുന്നതും ഇതിലുൾപ്പെടുന്നു. കൃത്യമായി ആ കാരണത്താൽ ആഴത്തിൽ അർത്ഥപൂർണമായ ഒരാൾ. ആരെങ്കിലും ശരിയായ വ്യക്തിയാണോ എന്ന് നിർണയിക്കാൻ ശ്രമിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നതെവിടെയാണ്? അത് പൂർണ്ണതയോ സമ്പൂർണ്ണ അനുയോജ്യതയോ തേടുന്നതിനെക്കുറിച്ചല്ല. ആ വ്യക്തി നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ളതുപോലെ വരാൻ അനുവദിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് നിരീക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. സംഭാഷണത്തിനും വളർച്ചയ്ക്കും ഡീകൺസ്ട്രക്ഷനും എല്ലാറ്റിനുമുപരി ഛായകളെ ഒരുമിച്ച് അഭിമുഖീകരിക്കാനും എന്തുതന്നെ ആയാലും തുടരാനുമുള്ള ഒരു പങ്കുവഹിച്ച സന്നദ്ധതയുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. കെ.എൽ. യുങ് അനുസരിച്ച് യഥാർത്ഥ സ്നേഹം നിങ്ങൾ ഇതിനകം ആരാണെന്ന് സ്ഥിരീകരിക്കുന്നതല്ല, മറിച്ച് നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും ആഴമായ തലത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മുടെ അബോധ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടണമെന്ന് മറ്റൊരാളോട് ആവശ്യപ്പെടുന്നത് നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇതിനർത്ഥം
ശരിയായ വ്യക്തി എപ്പോഴും നിങ്ങളോട് യോജിക്കുന്ന ആളായിരിക്കില്ല, അല്ലെങ്കിൽ അസ്വസ്ഥതയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ആൾ. മറിച്ച് നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും വൈകാരികമായി നിങ്ങളെ പിന്തുണയ്ക്കുകയും അവർക്കും വേണ്ടി അങ്ങനെ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്ന ആളാണ്. യഥാർത്ഥ സ്നേഹം നിരന്തരമായ ഐക്യത്തെക്കുറിച്ചോ എളുപ്പത്തെക്കുറിച്ചോ അല്ല. വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ പോലും, പിരിമുറുക്കം പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും പരസ്പരം സന്നിഹിതരായിരിക്കാനുള്ള കഴിവിനെക്കുറിച്ചാണ്. വളർച്ചയ്ക്ക് സുഖത്തേക്കാൾ ഘർഷണം ആവശ്യമുള്ളപ്പോൾ പോലും. യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം സംയോജനമല്ല, അത് പിരിമുറുക്കമാണ്. നിരന്തരം രൂപാന്തരപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾക്കിടയിലെ ഒരു സൃഷ്ടികരമായ പിരിമുറുക്കം. ഓരോ മനുഷ്യനും അവരുടെ ചരിത്രം, മുറിവുകൾ, ഓർമ്മകൾ, ചലനത്തിലുള്ള പുരാതന മാതൃകകൾ എന്നിവയാൽ രൂപപ്പെട്ട ഒരു അതുല്യ പ്രപഞ്ചമായതിനാൽ ഈ പിരിമുറുക്കം അനിവാര്യമാണ്. ഈ ആന്തരിക നക്ഷത്ര സമൂഹങ്ങളിൽ രണ്ടെണ്ണം കണ്ടുമുട്ടുമ്പോൾ സൗന്ദര്യം ഉയർന്നുവരുന്നു, എന്നാൽ സംഘർഷവും ഉണ്ടാകുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഒരു ബന്ധം ആരോഗ്യകരമാണോ വിനാശകരമാണോ എന്ന് നിർണ്ണയിക്കുന്നത് പിരിമുറുക്കത്തിന്റെ അഭാവമല്ല, മറിച്ച് ആ പിരിമുറുക്കത്തെ ആധിപത്യം, കൃത്രിമത്വം, വൈകാരികമായി പിൻവലിക്കൽ അല്ലെങ്കിൽ രക്ഷപ്പെടൽ എന്നിവ അവലംബിക്കാതെ നിലനിർത്താനുള്ള രണ്ടാളുകളുടെയും കഴിവാണ്. സംഘർഷം അപ്രത്യക്ഷമാകുമ്പോഴല്ല, മറിച്ച് ഇരു പങ്കാളികളും അതിനുള്ളിൽ ബോധവാന്മാരായിരിക്കാൻ പഠിക്കുമ്പോഴാണ് സ്നേഹം പക്വത പ്രാപിക്കുന്നത്. അടുത്ത ബന്ധങ്ങളെ ഒരു വലിയ ചികിത്സാ അവസരമായാണ് യുങ് കണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹബന്ധങ്ങൾ ആത്മാവിന്റെ യഥാർത്ഥ പരീക്ഷണശാലകളാണ്. നമ്മുടെ ഏറ്റവും പഴയ മുറിവുകൾക്കും നമ്മുടെ ഏറ്റവും ഉയർന്ന സാധ്യതകൾക്കും ഒരേ സമയം ഉപരിതലത്തിൽ വരാനുള്ള ഇടങ്ങൾ. അതിനാൽ ശരിയായ വ്യക്തി എപ്പോഴും നിങ്ങളെ തികച്ചും മനസ്സിലാക്കുന്ന ആളല്ല, മനസ്സ് അവർ പരാജയപ്പെടുമ്പോൾ പോലും, ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ പോലും, ക്ഷമ ആവശ്യമുള്ളപ്പോൾ പോലും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ തയ്യാറുള്ള ആളാണ്. പ്രതിഫലമായി അതേ ശ്രമം നൽകാനും നിങ്ങൾ തയ്യാറായിരിക്കണം. മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ പരസ്പരവും ശ്രവണവും ക്ഷമയും ഒരുമിച്ച് വളരാനുള്ള ആധികാരികമായ ആഗ്രഹവുമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ കണ്ടുമുട്ടൽ സംഭവിക്കുന്നത്, വിജയിക്കുകയോ ശരിയാകുകയോ ചെയ്യുകയെന്നതിനേക്കാൾ. പ്രക്ഷേപണങ്ങൾ, ആദർശവൽക്കരണങ്ങൾ, വൈകാരിക ആശ്രിതത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള അബോധ സ്നേഹം അനിവാര്യമായും നിരാശയിൽ അവസാനിക്കുമെന്ന് യുങ് മുന്നറിയിപ്പ് നൽകി. ഒരു ചിത്രത്തേക്കാൾ ഉപരി ഒരു വ്യക്തിയുമായി നാം പ്രണയത്തിലാകുമ്പോൾ യാഥാർത്ഥ്യം ഒടുവിൽ മിഥ്യയെ തകർക്കുന്നു. എന്നാൽ ബോധപൂർവമായ സ്നേഹം ആത്മജ്ഞാനത്തിൽ നിന്നും പരസ്പര ബഹുമാനത്തിൽ നിന്നുമുണ്ടാകുന്നത് ഒരു ശക്തമായ രോഗശാന്തി ശക്തിയായി മാറാൻ കഴിയും. ഈ രോഗശാന്തി വൈകാരിക മാത്രമല്ല, അത് ആത്മീയവും അസ്തിത്വപരവുമാണ്. നമ്മുടെ സമ്പൂർണ്ണതയിൽ യഥാർത്ഥത്തിൽ നാം ആരാണോ അതിനെ സ്നേഹിക്കുകയും ആ സ്നേഹം നേടുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും പരിവർത്തനപരമായ അനുഭവങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും ശരിക്കും നിങ്ങൾക്കുള്ള ആളാണോ എന്നറിയുന്നതിന് അവർ നിങ്ങൾക്ക് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നതിനേക്കാൾ കുറച്ച് അവർ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഉണർത്തുന്നത് എന്ന് കൂടുതൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ സാന്നിധ്യം നിങ്ങളെ കൂടുതൽ ആധികാരികനും കൂടുതൽ സ്വതന്ത്രനും കൂടുതൽ സമ്പൂർണ്ണനുമാകാൻ ക്ഷണിക്കുന്നുവെങ്കിൽ ആ ക്ഷണം അസ്വസ്ഥതയോടും വേദനയോടും കൂടി വന്നാലും നിങ്ങൾ ഒരു ആദർശവൽക്കരിക്കപ്പെട്ട സ്നേഹത്തെയല്ല, മറിച്ച് ഒരു യഥാർത്ഥ സ്നേഹത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. തികഞ്ഞ സ്നേഹമല്ല, മറിച്ച് യഥാർത്ഥമായ ഒന്ന്. യൂങ് അനുസരിച്ച് ജീവിക്കാൻ അർഹതയുള്ള ഒരേയൊരു തരം സ്നേഹം അതാണ്. എല്ലാവരും നിശബ്ദമായി ചോദിക്കുന്ന ചോദ്യം വരുന്നു: ഈ വ്യക്തി യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടിയുള്ള ആളാണോ എന്ന് എനിക്കെങ്ങനെ അറിയും? അടഞ്ഞുപോയ ഉത്തരമില്ല, മാന്ത്രിക ഫോർമുലയില്ല, ലക്ഷണങ്ങളുടെ കൃത്യമായ പട്ടികയില്ല. യൂങ് നിർദ്ദേശിക്കുന്നത് രണ്ടാത്മാക്കൾ തമ്മിലുള്ള കണ്ടുമുട്ടലിലേക്ക് നോക്കുന്ന ഒരു ആഴമേറിയ, ഏതാണ്ട് ആത്മീയമായ മാർഗമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സ്നേഹം വെറുതെ സംഭവിച്ച് നമ്മെ പറപ്പിച്ചുകൊണ്ടുപോകുന്ന ഒന്നല്ല, അത് നമ്മെ ബോധത്തിലേക്ക് വിളിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ വിളി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെ ഉണർത്തുന്ന, നിങ്ങളെ തന്നെ നന്നായി അറിയാനും നിങ്ങളുടെ ആഘാതങ്ങളെ അഭിമുഖീകരിക്കാനും നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്താനും കൂടുതൽ സമ്പൂർണരാകാനുമുള്ള ആഗ്രഹം നിങ്ങളിൽ ജ്വലിപ്പിക്കുന്ന ഒരാളോടൊപ്പം നിങ്ങളുള്ളപ്പോൾ അത് യാദൃച്ഛികമല്ല. യുങ് ഇതിനെ സമന്വയം, സിങ്ക്രോണിസിറ്റി എന്ന് വിളിക്കും. നിങ്ങളുടെ അബോധവും മറ്റൊരാളുടെ അബോധവും തമ്മിലുള്ള ഒരു നിഗൂഢമായ വിന്യാസം പരസ്പര പരിണാമത്തിനായി തികഞ്ഞ സാഹചര്യം സൃഷ്ടിക്കുന്നു. അത് അവസരത്തെക്കുറിച്ചല്ല, ബന്ധത്തിലൂടെ ഉയർന്നുവരുന്ന അർത്ഥത്തെക്കുറിച്ചാണ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ആ ബന്ധത്തിലെ എല്ലാം നിങ്ങളെ നിങ്ങളുടെ കൂടുതൽ ആധികാരികമായ പതിപ്പിലേക്ക് തള്ളിവിടുന്നതായി തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിത്വപ്രാപ്തി പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ലക്ഷണമാണിത്. എന്നാൽ പാത സൗമ്യമോ എളുപ്പമോ ആയിരിക്കുമെന്ന് ഇതിനർത്ഥമില്ല. പലപ്പോഴും ഏറ്റവും പരിവർത്തനപ്രദമായ ബന്ധങ്ങൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. കാരണം ആത്മാവ് സുഖം തേടുന്നില്ല, അത് വികാസത്തെയാണ് തേടുന്നത്. നമ്മുടെ സ്വന്തം അസ്തിത്വത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളിൽ സ്പർശിക്കുന്ന ആളിനേക്കാൾ ആരും നമ്മെ വികസിപ്പിക്കുന്നില്ല. മറ്റൊരാളുമായുള്ള കണ്ടുമുട്ടൽ ഒരേ സമയം നമ്മിലെ ഏറ്റവും മനോഹരവും ഏറ്റവും ഇരുണ്ടതുമായ കാര്യങ്ങളുമായുള്ള കണ്ടുമുട്ടലാണെന്ന് യുങ് പറഞ്ഞത് ഇതുകൊണ്ടാണ്.
മുഖംമൂടികൾ വീണതിനു ശേഷവും അഭിനിവേശം അസംസ്കൃതമായ അടുപ്പത്തിന് വഴിമാറിയതിനു ശേഷവും ആ കണ്ടുമുട്ടൽ നിലനിൽക്കുന്നുവെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ അപൂർവമായ എന്തോ ഒന്ന് കണ്ടെത്തിയിരിക്കാം. യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സ്നേഹം സത്യത്തെ അതിജീവിക്കുന്ന തരമാണ്. മറ്റൊരാളിലെ ഛായയുടെയും പ്രകാശത്തിന്റെയും തിരിച്ചറിയലിൽ നിന്നാണ് അത് ജനിക്കുന്നത്. അത് പൂർണ്ണത ആവശ്യപ്പെടുന്നില്ല, അത് സാന്നിധ്യം ആവശ്യപ്പെടുന്നു. അത് വ്യക്തിത്വത്തെ മായ്ച്ചു കളയുന്നില്ല, അത് അതിനെ ശക്തിപ്പെടുത്തുന്നു. അതിനാൽ ആ വ്യക്തി നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, പക്ഷേ വികസിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ, അവർ നിങ്ങളുടെ മുറിവുകൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരുടേതിനും ഇടം നൽകുന്നുവെങ്കിൽ, പോകുന്നത് എളുപ്പമായിരിക്കുമ്പോൾ പോലും നിൽക്കാൻ അവർ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ, അപ്പോൾ നിങ്ങൾ അഹങ്കാരത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു സ്നേഹത്തെ അഭിമുഖീകരിക്കുകയായിരിക്കാം. ആത്മാവിന്റെ ഭാഷ സംസാരിക്കുന്ന ഒരു സ്നേഹം. ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ വ്യക്തി ശരിയായ ആളാണോ എന്നതല്ല, മറിച്ച് ഈ കണ്ടുമുട്ടലിനായി നിങ്ങൾ തയ്യാറാണോ എന്നതാണ്. കാരണം യഥാർത്ഥ സ്നേഹം തികഞ്ഞ ഒരാളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾപോലെ തന്നെ അപൂർണനായ ഒരാളോടൊപ്പം ജീവിക്കാനും വളരാനും രൂപാന്തരപ്പെടാനും തയ്യാറായിരിക്കുന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കൃതികളുമെല്ലാം നലുഷമ ഏറ്റവും വലിയ വെല്ലുവിളി ബോധവാനാകുക എന്നതാണെന്ന് കാൾ യുങ് വ്യക്തമാക്കി. ഇത് നമ്മുടെ പ്രണയബന്ധങ്ങൾക്ക് നേരിട്ട് ബാധകമാണ്. കാരണം അബോധ പാറ്റേണുകളിൽ കുടുങ്ങിക്കിടക്കുന്നതും പഴയ കഥകൾ ആവർത്തിക്കുന്നതും നമ്മുടെ ഭയങ്ങളെ ഉറപ്പിക്കുകയോ നമ്മുടെ ഫാന്റസികളെ പോറ്റുകയോ ചെയ്യുന്ന പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതും വളരെ എളുപ്പമാണ്. മിക്ക ബന്ധങ്ങളും അവബോധത്തിൽ നിന്നല്ല, മറിച്ച് പരിചിതമായ നിലം തേടുന്ന പരിഹരിക്കപ്പെടാത്ത മുറിവുകളിൽ നിന്നാണ് ജനിക്കുന്നത്. എന്നിരുന്നാലും യുങ് അനുസരിച്ച് യഥാർത്ഥ സ്നേഹം ഒരു സമൂലമായ തീരുമാനം ആവശ്യപ്പെടുന്നു. ഉണരാനുള്ള തീരുമാനം. വൈകാരിക ഓട്ടോ പൈലറ്റിൽ നിന്ന് പുറത്തുകടക്കുകയും മറ്റൊരാളെ ഒരു ഫാന്റസിയായോ രക്ഷകനായോ ശത്രുവായോ അല്ല, മറിച്ച് ഒരു കണ്ണാടിയും സ്വയത്തിലേക്കുള്ള ഒരു പാതയുമായി കാണാൻ ധൈര്യപ്പെടുകയും വേണം. ഇത്തരത്തിലുള്ള സ്നേഹം പ്രണയവാഗ്ദാനങ്ങളിലോ ഗംഭീര പ്രഖ്യാപനങ്ങളിലോ ഉപരിപ്ലവമായ അനുയോജ്യതയിലോ കെട്ടിപ്പടുത്തതല്ല. അത് സൻവിവനായിക്കാനുള്ള ധൈര്യത്തിലും രക്ഷപ്പെടാതെ സംഘർഷത്തെ അഭിമുഖീകരിക്കാനുള്ള സന്നദ്ധതയിലും എല്ലാറ്റിനുമുപരി മറ്റൊരു മനുഷ്യന്റെ സങ്കീർണതയെ, അവരുടെ വൈരുദ്ധ്യങ്ങൾ, ഛായകൾ, അപൂർണമായ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെ ആഴത്തിൽ അംഗീകരിക്കുന്നതിലുമാണ് കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. നിങ്ങൾ സ്വന്തം വ്യക്തിത്വപ്രാപ്തി പ്രക്രിയയിൽ പ്രതിജ്ഞാബദ്ധരാകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതായിത്തീരാനുള്ള ആന്തരിക യാത്ര. ഈ വീക്ഷണകോണിൽ നിന്ന് ശരിയായ വ്യക്തി നിങ്ങളെ പൂർത്തീകരിക്കുന്നയാളല്ല, മറിച്ച് നിങ്ങളെ സമ്പൂർണ്ണരാകാൻ വെല്ലുവിളിക്കുന്നയാളാണ്. പലപ്പോഴും അത് മനസ്സിലാക്കാതെ തന്നെ ഏറ്റവും കൂടുതൽ രോഗശാന്തി ആവശ്യമുള്ള മുറിവുകളിൽ കൃത്യമായി സ്പർശിക്കുന്നയാളാണ്. നിങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ ഉണർത്താനാണ്. നിങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമല്ല, നിങ്ങൾ മറയ്ക്കുന്നതും ഭയപ്പെടുന്നതും ഇതുവരെ സമന്വയിപ്പിക്കാത്തതുമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആധികാരികമായി താൽപ്പര്യമുള്ള ഒരാളാണത്. പ്രതിഫലമായി യഥാർത്ഥ സ്നേഹം നിങ്ങളോടും അതേ കാര്യം ആവശ്യപ്പെടുന്നു. ഈ അർത്ഥത്തിൽ സ്നേഹം മിഥ്യാധാരണകളുടേതല്ല, വെളിപ്പെടുത്തലുകളുടേതാണ്. അത് ആദർശവൽക്കരണത്താൽ നിലനിൽക്കുന്നതല്ല, മറിച്ച് സത്യത്താൽ. ശാരീരിക സമ്പർക്കത്തിനും അതീതമായി മനഃശാസ്ത്രപരവും വൈകാരികവും ആത്മീയവുമായ മേഖലകളിലേക്ക് പോകുന്ന ഒരു മേഖലയാണ് അടുപ്പം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുമുട്ടലുകൾ യാദൃച്ഛികമല്ല, മറിച്ച് ആവശ്യമുള്ളവയാണെന്ന് യുങ് പഠിപ്പിച്ചു. വികസിക്കാൻ ആത്മാവിനവ ആവശ്യമുള്ളതുകൊണ്ടാണ് അവ സംഭവിക്കുന്നത്. അതിനാൽ നിങ്ങളോടൊപ്പമുള്ള ആരെങ്കിലും നിരന്തരം നിങ്ങളെ ചിന്തിക്കാനും വളരാനും മാറാനും പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആ പ്രക്രിയ അസുഖകരമോ വേദനാജനകമോ ആയിരിക്കുമ്പോൾ പോലും ആ വ്യക്തി നിങ്ങളുടെ മനഃശാസ്ത്രപരമായ വിധിയെ നിറവേറ്റാൻ ബോധപൂർവമായോ അബോധപൂർവമായോ സഹായിക്കുകയായിരിക്കാം. എന്നാൽ ഇവിടെ ഒരു അനിവാര്യമായ മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഈ പ്രക്രിയ പരസ്പരതയുള്ളപ്പോൾ മാത്രമേ ആധികാരികമാകൂ. അകത്തേക്ക് നോക്കാൻ വിസമ്മതിക്കുന്ന, സ്വന്തം വളർച്ചയുടെ ഉത്തരവാദിത്തം ഒഴിവാക്കുന്ന, പ്രക്ഷേപണം ചെയ്തും കൃത്രിമം കാണിച്ചും അല്ലെങ്കിൽ സ്വന്തം ആന്തരിക ലോകത്തെ നിഷേധിച്ചും ജീവിക്കുന്ന ഒരാളെ സ്നേഹിക്കുക എന്നത് സമന്വയമല്ല, അത് സ്നേഹമായി വേഷം മാറിയ അറ്റാച്ച്മെന്റാണ്. ഒരു കണ്ടുമുട്ടലിനെ യുദ്ധകളത്തിനു പകരം ഒരു നൃത്തമാക്കി മാറ്റുന്നത് പരസ്പരതയാണ്. പരസ്പരം യഥാർത്ഥത്തിൽ കാണാനും ആഴത്തിൽ ശ്രവിക്കാനും പരസ്പരത്തിന്റെ മാനവികതയെ സ്വാഗതം ചെയ്യാനും വ്യത്യാസങ്ങളെ ബഹുമാനിക്കാനും അതിലുപരി പാത അതിന്റെ രൂപം മാറ്റുമ്പോൾ പോലും ഒരുമിച്ച് നടക്കാനും രണ്ടാളുകളും തയ്യാറായിരിക്കണം. യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സ്നേഹം ഒരു യാത്രയാണ്. എല്ലാ യാത്രകളെയും പോലെ അതിൽ വെല്ലുവിളികൾ, വീഴ്ചകൾ, നഷ്ടങ്ങൾ, പുനഃസമാഗമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു.
ഇത് ഒരു നേർരേഖയല്ല, മറിച്ച് ആത്മാവിന്റെ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്ന ഒരു സർപ്പിളമാണ്. ആ സർപ്പിളം നടക്കാൻ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ, വഴിയിൽ നിങ്ങൾ രണ്ടുപേരും ഇടറി വീണാലും ആ ബന്ധം നിങ്ങളുടെ വ്യക്തിത്വപ്രാപ്തി പ്രക്രിയയുടെ ഭാഗമായി തീരുന്നു. അത് യങ് അനുസരിച്ച് ഏതൊരു പ്രണയാദർശത്തേക്കാളോ സ്നേഹത്തിന്റെ സാമൂഹിക ഫാന്റസിയേക്കാളോ വിലപ്പെട്ടതാണ്. ഒടുവിൽ, ഈ വ്യക്തി എനിക്ക് ശരിയാണോ എന്ന ചോദ്യത്തിന് ബാഹ്യമായ ഉത്തരമില്ല. അത് ആഗ്രഹം, ഭയം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നിവയിലൂടെ പരിഹരിക്കാനാവില്ല. അതിനുത്തരം നൽകാൻ കഴിയുക അകത്തുനിന്ന് മാത്രമാണ്, അവബോധത്തിലൂടെ. യഥാർത്ഥ സ്നേഹം എളുപ്പമോ പ്രവചനാതീതമോ ശാശ്വതമായി സുഖകരമോ ആയിരിക്കുമെന്ന് ബാലിശമായ ആശയം ഉപേക്ഷിക്കാൻ കാൾ യങ് നമ്മെ ക്ഷണിക്കുന്നു. നേരെ മറിച്ച് യഥാർത്ഥ സ്നേഹം പരിവർത്തനപരമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കാരണം അത് നമ്മെ പൊളിച്ചുമാറ്റുന്നു. അത് നമ്മെ നമ്മുടെ സുഖസീമയിൽ നിന്ന് നീക്കുകയും നമ്മിൽ നിന്ന് തന്നെ കാണുന്നതൊഴിവാക്കിയ എല്ലാത്തിനും നേരെ മുഖാമുഖം നിർത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും മറ്റൊരാൾ പ്രതിനിധീകരിക്കുന്ന ആ കണ്ണാടിയിലാണ് നാം യഥാർത്ഥത്തിൽ ആരാണെന്നും നമുക്കാരാകാൻ കഴിയുമെന്നും കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാവിനെ ഇളക്കി മറിക്കുന്ന, നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ അപൂർണതകൾ വെളിപ്പെടുത്തുമ്പോൾ പോലും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരാളോടൊപ്പം നിങ്ങളുള്ളതെങ്കിൽ ആ വ്യക്തി തികഞ്ഞവനായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ പ്രക്രിയയ്ക്ക് അവർ ആഴത്തിൽ ശരിയാണ്. യഥാർത്ഥ സ്നേഹം ഒരു പ്രതിഫലമല്ല, അത് ഒരു പാതയാണ്. അതെപ്പോഴും ഉറപ്പോടെ വരുന്നില്ല, പക്ഷേ മിക്കവാറും എപ്പോഴും ശാന്തമായ ഒരു ആന്തരിക ബോധത്തോടെയാണ് വരുന്നത്. നിങ്ങളെങ്ങനെയോ കൃത്യമായി നിങ്ങളുണ്ടായിരിക്കേണ്ടിടത്താണ് എന്ന്. ആത്മാവ് മറ്റൊരാളിൽ അതിൻ്റെ സ്വന്തം ആന്തരിക പസിലിൻ്റെ ഒരു കഷണം തിരിച്ചറിയുന്നത് പോലെയാണ്. അത് പൂർത്തിയാക്കാനല്ല, മറിച്ച് അത് വെളിപ്പെടുത്താനാണ്. നമ്മെ വെറും ശമിപ്പിക്കുന്ന സ്നേഹങ്ങളെയല്ല, മറിച്ച് നമ്മെ ഉണർത്തുന്ന സ്നേഹങ്ങളെയാണ് നാം തേടേണ്ടതെന്ന് യങ് നമ്മെ പഠിപ്പിക്കുന്നു. ഉണരൽ പലപ്പോഴും വേദനിപ്പിക്കുന്നു, അത് തടസ്സപ്പെടുത്തുന്നു, പൊളിക്കുന്നു, നമ്മൾ അറിയാമെന്ന് കരുതിയ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം അത് പുനർനിർമ്മിക്കുകയും ശക്തിപ്പെടുത്തുകയും നമ്മെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥ സ്നേഹം നമ്മെ നമ്മുടെ ഏറ്റവും ആധികാരികമായ സ്വയത്തിലേക്ക് തള്ളിവിടുന്ന തരമാണ്. അത് നമ്മെ ബന്ധിക്കുന്ന ഒരു സ്നേഹമല്ല, മറിച്ച് നമ്മെ മോചിപ്പിക്കുന്ന ഒന്നാണ്. അത് നമ്മെ മറ്റെന്തെങ്കിലുമായി രൂപപ്പെടുത്തുന്ന സ്നേഹമല്ല, മറിച്ച് നാം ഇതിനകം ആരാണെന്നതിനെ വികസിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കത് വാഗ്ദാനം ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അപൂർവമായി എന്തോ ഒന്ന് കണ്ടുമുട്ടിയെന്നറിയുക. അതൊരു മിസ്റ്റിക്കൽ അർത്ഥത്തിൽ വിധിയല്ല, മറിച്ച് സത്യത്തിന്റെ ദിശയിൽ ഒരുമിച്ച് നടക്കാൻ തയ്യാറായ, അല്ലെങ്കിൽ എങ്കിലും തയ്യാറുള്ള രണ്ട് ആത്മാക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സമന്വയമാണ്. സത്യം, അത് ചിലപ്പോൾ എത്ര വേദനാജനകമാണെങ്കിലും യഥാർത്ഥ സ്നേഹത്തിന് വളരാൻ കഴിയുന്ന ഫലഭൂയിഷ്ഠമായ നിലമാണ്. അതിനാൽ ആ വ്യക്തി ശരിയാണോ എന്ന് മാത്രം ചോദിക്കരുത്. പകരം യഥാർത്ഥ സ്നേഹം ജീവിക്കാൻ ഞാൻ ശരിയായ വ്യക്തിയാണോ എന്ന് ചോദിക്കുക. കാരണം ഇത്തരത്തിലുള്ള ബന്ധം നമുക്ക് നൽകപ്പെടുന്ന ഒരു പൂർത്തിയായ സമ്മാനമല്ല. അതോരോ ദിവസവും പക്വതയിലൂടെയും സത്യസന്ധതയിലൂടെയും ധൈര്യത്തിലൂടെയും നാം കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. രണ്ടാളുകൾ ഇതൊരുമിച്ച് ചെയ്യുമ്പോൾ, പരസ്പരം പിന്തുണയ്ക്കുകയും അനുകമ്പയോടെ പരസ്പരം കാണുകയും പരസ്പര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രണയത്തിനും അപ്പുറമുള്ള എന്തോ ഒന്ന് അനുഭവിക്കുന്നു. അവരൊരു മനഃശാസ്ത്രപരമായ അത്ഭുതം ജീവിക്കുന്നു. യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സ്നേഹമാണ്. കാരണം അത് ആദ്യം സ്നേഹിക്കുന്ന ആളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു.